ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെ ഇവരെ ഞാൻ ചേർന്ന് സാധന ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി, വലിയ ദൈവനായി ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കൊല്ലത്തു നിന്നും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. സിന്ധുസും പ്രതികൂറും ചേർന്നാണ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത്. തങ്ങളുടെ മകൻ ഋഷികേശിന് വേണ്ടിയാണ്. ജാനുവരി മാസം 25 തൻ്റെ ബർത്ത്ഡേ ആണ്. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഋഷികേശിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ കരം ഋഷികേശിൻ്റെ മേളിൽ വെളിപ്പെട്ട് വരേണ്ടതിനായിട്ട് എല്ലാവരും എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണമേ. ചില വിടുതലുകൾ നടക്കുവാനായിട്ട്, ചില അത്ഭുതങ്ങൾ കാണുവാനായിട്ട്, പ്രത്യേകിച്ച് ഋഷികേശിൻ്റെ ആത്മീക നിലവാരം വർദ്ധിക്കുന്നതിനായിട്ട് ദൈവത്തോട് കൂടെ ചേർന്ന് നടക്കുവാൻ ഈ ദിവസങ്ങളിൽ അപ്പനും അമ്മയ്ക്കും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനായിട്ട്, അതേപോലെ തന്നെ തൻ്റെ വിദ്യാഭ്യാസ രംഗത്തൊരു ഉയർന്നമായ അനുഗ്രഹം ഇന്നലെ വരെകളിൽ നടക്കാത്ത ചില വിടുതലുകൾ വിദ്യാഭ്യാസ മേഖലകളിൽ പ്രാപിക്കുവാനായിട്ട്, ആ സ്കൂളിൽ താൻ പഠിക്കുന്ന കോളേജിൽ തന്നെ തന്നൊരു അനുഗ്രഹമായി മാറേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ ദൈവം തന്നോട് പറഞ്ഞ, തൻ്റെ കുടുംബത്തോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് വരേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ. പ്രിയരെ, എൻ്റെ കൂടെ ഇവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം നിങ്ങളും പ്രാർത്ഥിക്കുന്ന സമയത്ത് മുഖപക്ഷമില്ലാത്ത ദൈവം നിങ്ങളെ മാനിക്കാൻ പോവുകയാണ്, നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് ദൈവം വ്യത്യാസം കൊണ്ടുവന്നുവെങ്കിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഏത് പട്ടണത്തിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഈ സമയത്ത് പ്രാർത്ഥനയുടെ വെളിയിൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. കണ്ണുകൊണ്ടൊന്ന് അടയ്ക്കാം, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. എല്ലാവരും ഒരുമിച്ച് കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചാട്ടെ. വലിയ ദൈവപ്രവർത്തികൾ കാണുവാനായിട്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഭയങ്കരമായ ദൈവപ്രവർത്തികൾ ഋഷികേശിൻ്റെ മേളിൽ വെളിപ്പെടട്ടെ. ജാനുവരി 25 തൻ്റെ ബർത്ത്ഡേയിൽ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. ഇന്നു മുതൽ തൻ്റെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതത്തിൻ്റെ വാതിൽ തുറക്കേണ്ടതിനായി, ഒരു തിരിവ് സംഭവിക്കേണ്ടതിനായിട്ട് യേശു തൻ്റെ കൂടെ ഇരുന്ന അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു ലോകം കാണുന്ന രീതിയിൽ ഋഷികേശിൻ്റെ മേളിൽ ഒരു അത്ഭുതം സ്വർഗത്തിലെ ദൈവം ചെയ്യണമേ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണമേ, അങ്ങയുടെ കരം വെളിപ്പെടുത്തണമേ. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ ദിനത്തിൽ തന്നെ കർത്താവേ, ഹല്ലേലൂയ, ഈ മകനെ വേണ്ടിയുള്ള നന്മകൾ തുറക്കട്ടെ. ആ വിദ്യാഭ്യാസ മേഖലയിലുള്ള വിടുതലുകൾ നടക്കട്ടെ. കർത്താവെ, ആത്മീകമായ ഉയർച്ച സംഭവിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ കുടുംബത്തിൽ തന്നെ ഈ മകൻ അനുഗ്രഹമായി തൻ്റെ വാഗ്ദത്തങ്ങൾ വിടുതലിലേക്ക് വരട്ടെ. കർത്താവെ, പ്രത്യേകിച്ച് സിന്ധുസിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദിവസങ്ങളിൽ ദൈവത്തിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടുവാൻ, സ്വർഗത്തിലെ ദൈവം ഈ മകളെ കുടുംബമായി ഉപയോഗിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഇവർക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ, ഇവർക്ക് ഒരുമിച്ച് ദൈവത്തെ വിളിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തരുന്ന വലിയ അവസരത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. വിശ്വാസ കണ്ണിൽ ഞങ്ങളത് കാണുന്നു, വിശ്വാസ കണ്ണിൽ ഞങ്ങളതിനെ സ്വീകരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഒരത്ഭുതം എൻ്റെ ദൈവം ചെയ്യണമേ, ഒരതിശയം എൻ്റെ ദൈവം ചെയ്യണമേ. എൻ്റെ ദൈവം അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം സഹായിച്ച എല്ലാ വിധങ്ങൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2012 മുതൽ അനേക മീഡിയ മാർഗത്തിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. ഹല്ലേലൂയ. ഒന്നുകൂടെ തിരിഞ്ഞു നോക്കിയാൽ അനേക ആയിരങ്ങൾക്ക് ഈ എപ്പിസോഡുകൾ അനുഗ്രഹമായിട്ടുണ്ട്. അനേകർക്ക് സൗഖ്യമായി വിടുതലായി തീർന്നിട്ടുണ്ട്. അങ്ങനെ പലയിടങ്ങളിലും വിടുതൽ പ്രാപിച്ചവർ ഈ ആരാധനയ്ക്ക് വേണ്ടി നിൽക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ കേരളത്തിലെ പല ഭാഗങ്ങളിൽ ഇന്ന് ആരാധനകൾ നടക്കുന്നുണ്ട്. വിശ്വസിക്കാമെങ്കിൽ ഇന്ന് ഈ എപ്പിസോഡ് നടക്കുമ്പോൾ നിങ്ങൾ ഹല്ലേലൂയ ആക്സിഡൻ്റലി അല്ല ഈ എപ്പിസോഡ് കാണുന്നത്. തമ്പുരാൻ്റെ കരമാണ് നിങ്ങളെ ഇതിനകത്ത് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചാനൽ മാറ്റാതെ വിശ്വാസത്തോടെ, കാരണം ഞാനൊരു മതത്തെ ഉയർത്താനോ സംഘടന ഉയർത്താനോ അല്ല നിങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്ത നന്മകളെ വർണ്ണിക്കുവാനായിട്ട് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ 23 വർഷങ്ങളാകുന്നു ഞാൻ ഈ പുസ്തകം എടുത്ത് പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. ഹല്ലേലൂയ. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ പല പ്രാവശ്യവും ജീവിതത്തിനകത്ത് ഇനി മുമ്പോട്ട് പോകത്തില്ലെന്ന് ശത്രു വാദിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. തീർന്നു എന്ന് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, ഇന്നും നിങ്ങളുടെ മുമ്പിൽ ഈ സത്യവചനവുമായി നിൽക്കുവാൻ കാരണം എൻ്റെ കർത്താവ് ജീവനുള്ള ദൈവമായതുകൊണ്ടാണ്. ഹല്ലേലൂയ. അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നത് കൊണ്ടാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇസ്രായേലിൽ ഒരു കല്ലറ തുറന്നു
കിടക്കുന്നു. അവിടെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നു, അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഹല്ലേലൂയ. ലോകത്തിൽ അനേക മതങ്ങളുണ്ട്, അനേക ഭക്തന്മാരുണ്ട്, അനേക ദൈവങ്ങളെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അവരാരും ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി വില കൊടുത്ത് മരിച്ചൊന്നും വ്യക്തമായി കാണുന്നില്ല. എൻ്റെ ഈ ചെറിയ പ്രായത്തിൽ 35-ാമത്തെ വയസ്സിൽ ഞാൻ ജോലി വിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാനുള്ള ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് എൻ്റെ കർത്താവ് ജീവിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ ഉറപ്പാണ്. ഹല്ലേലൂയ. ആ ഉറപ്പോടെ പ്രാർത്ഥിക്കുന്ന ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ അറിയാം, നിങ്ങളുടെ മേലിലാണ് ദൈവപ്രവൃത്തികൾ സംഭവിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി വഴികളെ തുറക്കുന്ന, എൻ്റെ കാര്യങ്ങളെ സാധിപ്പിക്കുന്ന, അറിയാം, എനിക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്ന ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ വചനചിന്തയിൽ ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞാൽ ഈ വചനം അയക്കപ്പെടുന്നതാണ്. അറിയാം, പ്രകാശരശ്മികളെക്കാൾ വേഗത്തിൽ ചലിക്കുന്ന, ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ ചലിക്കുന്ന പ്രകാശരശ്മി എന്നാണ് അറിയാം പറയുന്നത്. എന്നാൽ 147-ാം സങ്കീർത്തനം 15-ാമത്തെ വാക്യം പറയുന്നു, അതിവേഗം ഓടുന്ന അവൻ്റെ വചനം. ഹല്ലേലൂയ. നിങ്ങൾ ഏത് പട്ടണത്തിൽ നിന്ന് ശ്രദ്ധിക്കുന്നെങ്കിലും അയക്കപ്പെട്ട വചനത്തിന്റെ പ്രത്യേകത 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അയക്കപ്പെട്ട വചനം ഹല്ലേലൂയ നിന്നെ സൗഖ്യമാക്കാൻ പോവുകയാണ്. ഈ കേൾക്കുന്ന വചനം നിനക്ക് കയറാൻ പറ്റാത്ത കുഴിയിൽ നിന്ന് നിന്നെ കരകയറ്റുന്നതാണ്. ഹല്ലേലൂയ. ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് വിളിച്ചു പറയും, പ്രാർത്ഥിക്കുന്നവൻ്റെ അടുക്കലേക്ക് ദൈവത്തിൻ്റെ ചായ്വുണ്ട് കേട്ടോ. അറിയാം, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. ഹല്ലേലൂയ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി പാറമേൽ നിർത്തി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ടെന്ന് പറഞ്ഞാട്ടെ, നിങ്ങൾ ആയിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ദൈവം വ്യത്യാസം തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. കണ്ണുനീരിൻ്റെ അനുഭവത്തിനകത്ത്, വിഷമത്തിൻ്റെ, രോഗത്തിൻ്റെ അനുഭവത്തിനകത്ത് ശ്രദ്ധിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ച് പറയുകയാണ്, നിങ്ങൾ ഈ എപ്പിസോഡ് ശ്രദ്ധിക്കുമ്പോൾ തന്നെ എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ദൈവവചനം നിറവുള്ളതാണ്. ഹല്ലേലൂയ. ദൈവവചനം ഹല്ലേലൂയ ശുദ്ധീകരണം കൊണ്ടുവരുന്നതാണ്. ദൈവവചനം സൗഖ്യമാക്കുന്നതാണ്. ദൈവവചനം നിങ്ങളെ ഇന്ന് ഹല്ലേലൂയ വ്യത്യസ്തമായ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. കാരണം ദൈവവചനം ദൈവമാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. ഹല്ലേലൂയ. വചനം ദൈവമായിരുന്നു. വിശ്വസിക്കുന്നവരുണ്ടോ? ആദി മുതലേ ഉള്ളതാണ് വചനം. ഹല്ലേലൂയ. അതേപോലെ തന്നെ ഈ വചനം ദൈവത്തോട് കൂടെ ഉള്ളതാണ്. അടുത്ത പദം പറയുന്നു, ഹല്ലേലൂയ, ഈ വചനം ദൈവമാണ്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, ആദി മുതലുള്ളത്, ഹല്ലേലൂയ, ലോക സ്ഥാപനത്തിന് മുമ്പേ ഉള്ളത്, ഹല്ലേലൂയ, ദൈവത്തോട് കൂടെ വസിച്ചത്, ഹല്ലേലൂയ, ദൈവമായിരിക്കുന്ന വചനം അതേ നിലയിൽ ഏറ്റെടുക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും ഹല്ലേലൂയ ഇന്നലകളിൽ വരെയും നിങ്ങളെ കരയിപ്പിച്ച വിഷയങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ കഴിയും. കാരണം ദൈവത്തിൻ്റെ വചനം ദൈവമാണ്. ആ നിലകളിലും ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ ഇരുളിൽ നിന്ന് നിങ്ങളെ വെളിച്ചത്തിലോട്ട് കൊണ്ടുവരുന്നത് പോലെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ജീവനും ചൈതന്യമുള്ള ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. വെളിപ്പാട് പുസ്തകം പറയുന്നു, ഈ വചനം വായിക്കുന്ന, ഇത് കേൾക്കുന്ന, ഇത് പ്രമാണിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അനുഗ്രഹിക്കപ്പെട്ടവനെന്നാണ്. എങ്കിൽ വിശ്വസിക്ക്, ഈ വചന കേൾവി നിന്നെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. നിന്റെ തടസ്സങ്ങളെ മാറ്റുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. വചനം നിന്റെ മേളിൽ ഒരു അത്ഭുതത്തെ കൊണ്ടുവരാൻ പോകുന്നു. കാരണം 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു പുതിയ അനുഭവം ഈ വചനം കൊണ്ടുവരാൻ പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ കേൾക്കുന്ന, അങ്ങനെ ശ്രദ്ധിക്കുന്നവരോട് ഇന്നത്തെ വചന ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അറിയാം, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കെട്ടുകളെ അഴിക്കുന്ന ദൈവം. ഹല്ലേലൂയ. നിങ്ങൾ ഏതെങ്കിലും മേഖലകളിൽ നാളുകളായി അസാധ്യതകൾ പറയുന്നവരാണോ? അല്ലെങ്കിൽ എത്ര പ്രാർത്ഥിച്ചിട്ട്, എത്ര ഉപവസിച്ചിട്ടൊന്നും എൻ്റെ ജീവിതത്തിനകത്ത് നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇന്നത്തെ വചനം നിങ്ങളെ വ്യക്തമായി വെളിപ്പെടുത്തുന്നു. ഈ വചന കേൾവി ദൈവശക്തിയായി നിങ്ങളുടെ മേളിൽ വെളിപ്പെടുകയും നിങ്ങളുടെ കെട്ടുകളെ ദൈവം അഴിക്കുകയും ചെയ്യും. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നതിന് ഫോഷത്വം, രക്ഷിക്കപ്പെടുന്നു എനിക്കും നിങ്ങൾക്കും ഇത് ദൈവശക്തിയാണ്. യേശു കർത്താവ് തൻ്റെ വാമൊഴി കൊണ്ട് പറഞ്ഞതാണ്, നിങ്ങൾ തിരുവെഴുത്തും ദൈവശക്തിയും തിരിച്ചറിയാത്തത് കൊണ്ട് തെറ്റിപ്പോകുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ തിരുവെഴുത്തിനകത്ത് വെളിപ്പെടുന്ന ഒരു ദൈവശക്തിയുണ്ട്. ചാകാറായ ശിശുക്കളെ ജീവിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് തകർന്ന അനുഭവത്തിൽ നിന്ന് പണിയുന്ന ദൈവവചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. എങ്കിൽ പ്രാരംഭമായി കുറിവാക്യം എന്ന നിലയിൽ നമ്മളൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യത്തിലേക്ക്, നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും, അതിനെ അഴിച്ചു കൊണ്ടുവരുവേൻ. നാം വായിച്ചു കേട്ട വചന പശ്ചാത്തലത്തിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയും. വചന പശ്ചാത്തലം ശ്രദ്ധിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, 2 ശിഷ്യന്മാരെ ദൈവം തിരഞ്ഞെടുത്തുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിലേക്ക് ചെല്ലുക, ആ ഗ്രാമത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത
ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. ഹല്ലേലൂയ. അതിനെ അഴിച്ചു കൊണ്ടുവരിക. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് അവിടെ ശിഷ്യന്മാരെ കർത്താവ് ഏൽപ്പിക്കുകയാണ്. ആ കെട്ടിയിരിക്കുന്ന കഴുതെ അഴിച്ചു കൊണ്ടുവരിക. ഹല്ലേലൂയ. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ 1-2 കാര്യങ്ങൾ ഇടപെട്ടു അത് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴുതക്കുട്ടി ആർക്കും ഉപദ്രവം ഉണ്ടാക്കുന്നതല്ല, ആർക്കും ഒരു ശല്യമായി തീരുന്നതല്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ചാൽ ഈ കഴുതക്കുട്ടിയെ നാളുകളായി കെട്ടിയിരിക്കുകയാണ്. ആരും കയറിയിട്ടില്ല, അത് കെട്ടപ്പെട്ടതുപോലെ കിടക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച്, ഒരു മൃഗത്തിൻ്റെ ഒരു മനുഷ്യൻ്റെ മുകളിൽ ഒരു കെട്ട് വീണ് കഴിഞ്ഞാൽ ആ കെട്ട് ആ മൃഗത്തിനെയോ മനുഷ്യനെയോ പരിധികൾ നിശ്ചയിക്കും. ഇവിടം വരെ പോകാവൂ, ഇങ്ങനെ ആകാവൂ, ഇതിനപ്പുറത്തോട്ട് പോകരുത്. ഹല്ലേലൂയ. കാരണം ആ കെട്ട് അതിനൊരു അതിര് നിർണ്ണയിക്കും. ഹല്ലേലൂയ. എത്ര ശ്രമിച്ചാലും ആ അതിര് വിട്ട് അതിന് പോകാൻ കഴിയത്തില്ല. പക്ഷെ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ആ കെട്ടഴിഞ്ഞാൽ ആ അതിരുകൾ കടന്ന് അല്ലെങ്കിൽ ഓവർകം ചെയ്തുകൊണ്ട് അതിനാഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റും. ഇന്ന് ഈ എപ്പിസോഡ് ശ്രദ്ധിക്കുന്ന ചിലവരെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തമ്പുരാൻ നിന്റെ ലിമിറ്റിനെ പൊട്ടിക്കാൻ പോവുകയാണ്. തമ്പുരാൻ നിന്റെ അതിരിനെ മുറിച്ചുകൊണ്ട് നിന്റെ ആഗ്രഹത്തിലേക്ക് നിന്നെ നടത്തുവാൻ പോവുകയാണ്. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ വർഷങ്ങൾ നടക്കാത്തത്, വർഷങ്ങൾ കേൾക്കാത്തത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം അയച്ച നിലയിൽ സംഭവിക്കാൻ പോവുകയാണ്. ദൈവവചനത്തിൻ്റെ കേൾവിയിൽ സംഭവിക്കാൻ പോവുകയാണ്. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് കർത്താവിനെ നന്ദി പറയണം. ഒന്നുകൂടെ ആ വചനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചിന്തിക്കുകയാണ്. ആ വചനം ചിന്തിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത് കഴുതക്കുട്ടി എന്നാണ്. ഹല്ലേലൂയ. നിങ്ങൾ നോക്കുക, ഈ കഴുതയുടെ അതേ പ്രായത്തിൽ തന്നെ അനേക കഴുതകൾ അവിടെ കാണാം. അവയൊന്നിനെയും കെട്ടിയേക്കുന്നതായി കാണുന്നില്ല. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴുതയെ പ്രസവിച്ച അതേ ഉദരത്തിൽ നിന്ന് തന്നെ മറ്റ് കഴുതകളും ജനനമെടുത്തിട്ടുണ്ടാകാം. അവയെ ഒന്നിനെയും കെട്ടിയതായി കാണുന്നില്ല. എന്നാൽ ആത്മാവിൽ ഞാനൊരു പദം വിളിച്ചു പറയട്ടെ, ഈ കെട്ടിയിരിക്കുന്ന കെട്ട് അതിനഴിക്കാൻ കഴിയുന്നില്ല. നാളുകളായിട്ട് അത് ഫേസ് ചെയ്യുകയാണ്. പക്ഷേ കെട്ടിയ കഴുതയെ എൻ്റെ തമ്പുരാൻ എന്നേക്കുമായി ഒരു അനുഗ്രഹത്തിലേക്ക് നടത്താൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നാളുകളായിട്ട് പ്രാർത്ഥിച്ചു, നാളുകളായി ആരാധനയ്ക്ക് വരുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ആ വിഷയത്തിനകത്തൊരു വിടുതലില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറുകയോ നിരാശപ്പെടുകയോ ചെയ്യരുത്. ആ വിഷയത്തെ ഏറ്റവും വലിയ അനുഗ്രഹമാക്കുന്ന ഒരു ദൈവത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അറിയാം, ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടാക്കിയ ഈ കഴുത മാത്രം കെട്ടപ്പെട്ടതാണ്, ഇതിന് മാത്രം വിടുതലില്ല, ഇത് മാത്രം ഗതി പിടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം മറ്റുള്ളവരുടെ കണ്ണുകൾ കാൽശര്യമായിട്ട് ഇതാ 2 പേർ അതിനെ അഴിക്കുവാൻ വരികയാണ്. അധികാരമുള്ള 2 പേർ വരികയാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ ശിഷ്യന്മാർ അതിനെ അഴിക്കുമ്പോൾ താഴോട്ടുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ. അതിനെ അഴിക്കുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക എന്ന് പറഞ്ഞു. വിശ്വസിക്കാമെങ്കിൽ 31-ാമത്തെ വാക്യത്തിൽ ആഴം വെളിപ്പെട്ടു വരികയാണ്. ഇന്നലകളുടെ കെട്ടുകൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി തീരാൻ പോവുകയാണ്. ഇന്നലകളുടെ പ്രശ്നം ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി തീരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരാരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഭയങ്കര മഹത്വം വെളിപ്പെട്ട് വരാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ അനുഗ്രഹം വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ കെട്ടും ആ പ്രയാസവും നിരാശയും, ഹല്ലേലൂയ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ കഴുതക്കുട്ടി അറിയാം ചുറ്റും നോക്കിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ടായിരിക്കും എനിക്ക് മാത്രം ഒരു വിടുതലില്ല, അറിയാം എൻ്റെ ജനനം മാത്രം ഇങ്ങനെ ആയിപ്പോയി, എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ ആയിപ്പോയി. പക്ഷേ ഞാൻ ആത്മാവിൽ വിളിച്ച് പറയാം, അധികാരമുള്ളവർ അതിൻ്റെ അടുക്കൽ വന്ന് ആ കെട്ടഴിക്കുന്ന മിനിറ്റ് മുതൽ അതിന് പുതിയതായ ചില അനുഭവങ്ങൾ സംഭവിക്കുകയാണ്. ഇന്ന് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഈ വചന സന്ദേശം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എൻ്റെ ദൈവം പുത്തനായ ചില അനുഭവങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. അയക്കപ്പെട്ടവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു. കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉടയവർ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചതിന് 34-ാമത്തെ വാക്യം, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവൻ പറഞ്ഞു. 34-ാമത്തെ വാക്യം വരെ ചിന്തിക്കുമ്പോൾ ഇതാ കർത്താവ് പറഞ്ഞതുപോലെ അവരവിടെ ചെല്ലുന്നു. കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടു. കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതുവരെയും അതിൻ്റെ ഉടയവർ എന്ന് പറയുന്നവർ വന്നിട്ട് പറഞ്ഞു, ഈ കഴുതയെ അഴിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. കാരണം അവരാണ് ആ കഴുതയെ കെട്ടിയിരുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇന്ന് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതുവരെ നിങ്ങളെ കെട്ടിയ ആ രോഗം, ഇതുവരെയും നിങ്ങളെ മുൻപോട്ട് നന്മയിലേക്ക് നടത്താത്ത ആ പ്രശ്നങ്ങൾ, ആ പ്രതികൂലങ്ങൾ, അല്ലെങ്കിൽ ആ കുടുംബ വിഷയങ്ങൾ, ഹല്ലേലൂയ, എൻ്റെ കർത്താവ് ഈ വചന കേൾവിയിൽ അഴിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ ഒരു പദം വിളിച്ചു പറയട്ടെ. 1 യോഹന്നാൻ 3-ാമധ്യായം 8-ാമത്തെ വാക്യം പറയുന്നു, മനുഷ്യപുത്രൻ വെളിപ്പെട്ടത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെയാണ്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കർത്താവിനോടൊന്ന് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, എത്ര വർഷമായി നിങ്ങൾ കെട്ടപ്പെട്ടവരാണെങ്കിലും, എത്ര വർഷമായി ഒരു വിടുതൽ കാണാതെ നിൽക്കുന്നവരാണെങ്കിലും, എൻ്റെ കർത്താവിൻ്റെ വാക്കുകൾ ഇന്ന് നിങ്ങളുടെ മേൽ നിറവേറാൻ പോവുകയാണ്. നിങ്ങളെ കണ്ട കർത്താവ് നിങ്ങളെ
അഴിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ കർത്താവിന് നന്ദി പറയണം. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ആ കഴുതക്കുട്ടി അറിയാം നാളുകൾ കെട്ടപ്പെട്ടതായിരുന്നു. ഒരു ലിമിറ്റിന് മുകളിൽ പോകാതെ അറിയാം ജീവിതത്തിനകത്ത് നിരാശയും ഹല്ലേലൂയ നന്മകൾ കാണാതെ നിന്നായിരിക്കും. പക്ഷെ ദൈവം നിയോഗിച്ച സമയത്തിലേക്ക് വന്നപ്പോൾ, ദൈവം കണ്ട സമയത്തിലേക്ക് വന്നപ്പോൾ, ഇതാ എൻ്റെ കർത്താവ് ആളെ അയച്ചതിനെ അഴിക്കുകയാണ്. ഹല്ലേലൂയ. അഴിക്കുമ്പോൾ അതിൻ്റെ ഉടയവർ വന്നിട്ട് പറഞ്ഞു, എന്തിനാണ് അഴിക്കുന്നത്? അറിയാം, ഇത് ഞങ്ങളുടേതാണ്. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, എന്തെല്ലാം നിലകളിൽ നിങ്ങളുടെ മേളിൽ ശത്രുവിന് അവകാശമുണ്ടെങ്കിലും, എന്തെല്ലാം നിലകളിൽ നിങ്ങളെ പിന്നിലോട്ട് പിടിക്കുന്നുണ്ടെങ്കിലും, എൻ്റെ കർത്താവ് അതിനെ അഴിക്കാൻ തീരുമാനിച്ചാൽ, എൻ്റെ കർത്താവ് അതിനെ തുറക്കാൻ തീരുമാനിച്ചാൽ, ഒന്നുകൂടെ ആ പദം കയറി പറയുകയാണ്, അറിയാം, ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ, അവൻ തുറന്നാൽ വേറെ ആരും അടയ്ക്കത്തില്ല, അവൻ അടച്ചാൽ വേറെ ആർക്കും അത് തുറക്കാൻ കഴിയാത്തത് കൊണ്ട് എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കാൻ പോവുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ സ്വീകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ആ വാതിൽ തുറക്കാൻ പോവുകയാണ്. എൻ്റെ കർത്താവ് നിങ്ങളെ കരം പിടിച്ചു നടത്തുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ കഴുതക്കുട്ടി അഴിക്കുകയാണ്. ആ ഉടമസ്ഥൻ വന്ന് ചോദിച്ചപ്പോൾ ഇതാ ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, ജീവിതത്തിനൊക്കെ തെങ്ങും എത്തിയില്ലെന്ന് പറയുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നിട്ട് പറഞ്ഞാട്ടെ, എന്നെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനൊന്ന് ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഇന്നലെ വരെയും തൊട്ടു മുമ്പ് വരെ കെട്ടപ്പെട്ട ആ കഴുതയെ എൻ്റെ തമ്പുരാൻ അഴിക്കുമ്പോൾ, ഹല്ലേലൂയ, ആ കഴുതക്കുട്ടിയോട് ചോദിച്ചാൽ പറയും, ഇന്നലെ വരെയും ഈ കെട്ടപ്പെട്ട് കിടന്ന നിലയിൽ അറിയാം കിടക്കുമ്പോൾ എനിക്ക് പുതിയത് കാണാൻ കഴിയത്തില്ലായിരുന്നു, പുതിയ നന്മകൾ അനുഭവിക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ ശിഷ്യന്മാർ അതിനെ അഴിച്ചതിന് മുഖാന്തരമായി ഇതാ അത് പുതിയ നന്മകൾ കാണുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പാരമ്പര്യ കെട്ടുകൾ ഇന്ന് അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് മാനുഷികമായ നിലകൾ ഇന്ന് ഹല്ലേലൂയ അവസാനിക്കാൻ പോകുന്നു. എതിരുകൾ അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഈ എപ്പിസോഡിനകത്ത് പുതിയ നന്മകൾ കാണാൻ പോകുന്നു. പുത്തനായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരാൻ പോവുകയാണ്. ഒന്നുകൂടെ ആഴം ഞാൻ വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. ഇതാ തമ്പുരാന്റെ വാക്ക് പ്രകാരം ആ ശിഷ്യന്മാർ അതിനെ അഴിച്ചു മുമ്പോട്ട് കൊണ്ടുവരികയാണ്. അടുത്ത ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്, ഈ കെട്ടഴിഞ്ഞ ആ സമയം മുതൽ ഇനി അത് കർത്താവിന്റെ നാമത്തിന്റെ ഉയർച്ചയ്ക്കായി തീരുകയാണ്. ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന അനേകരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി തീരാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതം കർത്താവിന്റെ നാമത്തിന്റെ ഉയർച്ചയ്ക്കായി തീരാൻ പോവുകയാണ്. ഹല്ലേലൂയ. അടുത്ത വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. അതിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു, തങ്ങളുടെ വസ്ത്രം കഴുതക്കുട്ടിയുടെ മേൽ ഇട്ടു, യേശുവിനെ കയറ്റി. 36 വാക്യം, അവൻ പോകുമ്പോൾ അവർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. ഈ 2 വാക്യങ്ങൾ വളരെ വലിയ ആഴമാണ് പ്രിയരെ. ഈ കഴുതക്കുട്ടിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇപ്പോൾ ആ കഴുതയുടെ മുകളിലേക്ക് വസ്ത്രം വിരിക്കുകയാണ്. ഇന്നലകളിൽ കൂടെ നടന്ന അല്ലെങ്കിൽ ആ ഭാഗത്തുണ്ടായിരുന്ന കഴുതക്കുട്ടികൾക്കൊന്നും ലഭിക്കാത്തൊരു പദവി ഇപ്പോൾ ഈ കെട്ടപ്പെട്ട കഴുതയുടെ മുകളിൽ സംഭവിക്കുകയാണ്. ഞാൻ ഇങ്ങനൊന്ന് വിളിച്ചു പറയും, നാളുകൾ കെട്ടിയത് നന്മയ്ക്കായെന്ന് ഇപ്പോൾ ഈ കഴുത പറയും. നാളുകൾ വഴി തുറക്കുന്നത് നന്മയ്ക്കായെന്ന് പറയും. കാരണം ഇനിയുള്ള വിടുതലുകൾ എൻ്റെ തമ്പുരാനിലൂടെയാണ്. എൻ്റെ തമ്പുരാൻ്റെ മഹത്വമാണ് എൻ്റെ വെളിയിൽ സംഭവിക്കുന്നത്. ഞാൻ ഇന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും നടക്കാഞ്ഞത് എന്തിനെന്ന് ചോദിച്ചാൽ, ഇനി തമ്പുരാനാണ് നിങ്ങളുടെ മുകളിൽ കയറാൻ പോകുന്നത്. തമ്പുരാന്റെ ഉയർച്ചയ്ക്കായി നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇതാ കഴുതക്കുട്ടിയെ തമ്പുരാൻ വാഹനമൃഗമാക്കിയാണ്. തമ്പുരാൻ അതിന്റെ മേളിൽ കയറി. ആ മുകളിൽ കയറിയ ആ സമയം മുതൽ ഈ കഴുതയുടെ വർഗത്തിൽ ആർക്കും കിട്ടാത്ത ഒരു പദവി ആ കഴുതയ്ക്ക് ലഭിക്കുകയാണ്. എന്താ പദവി എന്ന് ചോദിച്ചാൽ, അറിയാം, ഇതിന്റെ കൂട്ടത്തിലുള്ള വർഗത്തിലുള്ള എല്ലാ കഴുതകളും ഹല്ലേലൂയ വലിയ കുഴിയിലും ഹല്ലേലൂയ കയറ്റത്തിലും ഒക്കെ നടന്നു കയറുന്നത്. പക്ഷെ ഇതിന് ഈ മിനിറ്റ് മുതൽ ഹല്ലേലൂയ ജനങ്ങൾ അതിന്റെ മുമ്പിൽ വിലയുള്ള വസ്ത്രങ്ങൾ വിരിക്കുകയാണ്. അതിനിതുവരെയും ചെല്ലാൻ പദവിയില്ലാത്ത സ്ഥലത്തേക്ക് അത് കയറി ചെല്ലുകയാണ്. ഹല്ലേലൂയ. ജനസമൂഹങ്ങൾ ഹല്ലേലൂയ അതിന്റെ മുകളിൽ ഇരിക്കുന്ന കർത്താവിനെ ആരാധിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ ഈ എപ്പിസോഡിനകത്ത് ഏറ്റവും വലിയ ചിന്ത ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് കൈമാറുകയാണ്. നിങ്ങൾ ഏത് പ്രതികൂലത്തിലാണെങ്കിലും ഏത് പ്രതിസന്ധിയിലാണെങ്കിലും നിങ്ങൾ പിറുപിറുക്കാതെ നിരാശപ്പെടാതെ കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമെങ്കിൽ, കർത്താവിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുമെങ്കിൽ ഹല്ലേലൂയ അടുത്ത ഏതോ മണിക്കൂറുകളിൽ ദൈവം ഇതുവരെയും നിങ്ങളെ എത്തിക്കാത്ത നിലകളിൽ തമ്പുരാൻ വാഹനമേറാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ കഴുതക്കുട്ടിയുടെ മുമ്പിൽ ഇതാ വില കൂടിയ വസ്ത്രങ്ങൾ വിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ കഴുതക്കുട്ടിയോട് നമുക്കൊന്ന് ചോദിക്കാം, ഇപ്പോൾ നീ എവിടെയാണ് നിൽക്കുന്നത്? അവൻ വിളിച്ചു പറയും, എൻ്റെ വർഗത്തിലോ ഹല്ലേലൂയ എൻ്റെ കൂട്ടത്തിലോ ആർക്കും കിട്ടാത്ത വലിയ നന്മ ഞാൻ കാണുകയാണ്. ഹല്ലേലൂയ. കാരണം എൻ്റെ മുകളിൽ കയറിയവൻ രാജാവാണ്, എൻ്റെ മുകളിൽ കയറിയവൻ ഉന്നതനാണ്. ഹല്ലേലൂയ. ആ മഹത്വത്തിന് വേണ്ടി എന്നെ കണ്ടതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഇന്നലകളുടെ എൻ്റെ ബന്ധനമായിരിക്കാം, ഇന്നലകളുടെ എൻ്റെ വിഷയമായിരിക്കാം ഇതിന് കാരണമായി തീർന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഞാൻ ആത്മാവിൽ
വിളിച്ചു പറയുന്നു, ആ ബന്ധനങ്ങളോ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളോ നിങ്ങളുടെ വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണമായി തീരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആ രോഗം നിങ്ങളെ കർത്താവിൻ്റെ മഹത്വത്തിനാക്കി തീർക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഇതുവരെയും അനുഭവിച്ച മുഴുവൻ പ്രതിസന്ധിയും ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ഉയർച്ചയ്ക്കായി തീരാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന മുഴുവൻ ദൈവമക്കളും എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിലേക്ക് വരാം. അതിനുശേഷം പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് ജപ്തി വന്നിട്ടിരിക്കുകയായിരുന്നു. ഞാൻ പല തവണ നോട്ടീസ് വരുമ്പോഴും ഞാൻ ഇരുന്ന് കരയായിരുന്നു. ഇവിടെ നോട്ടീസ് വന്ന അവസരത്തിൽ ഞാൻ ഒരു ഓഗസ്റ്റ് മാസം 15-ാം തീയതിക്ക് മുന്നായിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് പാസ്റ്റർ പറഞ്ഞു, ഓഗസ്റ്റ് മാസം 15-ാം തീയതി നീ സങ്കടപ്പെട്ടിരിക്കുന്ന ആ വിഷയത്തിന് കർത്താവ് മറുപടി തരുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ദൈവമേ മറുപടി കിട്ടിയാൽ മതിയായിരുന്നു എന്ന്. പക്ഷേ ഞങ്ങൾ ഒരുപാട് ബ്രോക്കർമാരെ വെച്ചു, കുറേ ആളുകളോട് പറഞ്ഞു, പക്ഷെ ആരും വരുന്നില്ല. അത് വന്ന് നോക്കാൻ തന്നെ ആരും തയ്യാറാവണില്ല. പക്ഷെ പാസ്റ്റർ പറഞ്ഞ അതേ ഡേറ്റിൽ ബ്രോക്കർമാരുടെ ഒരാളുടെയും സഹായം കൂടാതെ ഒരു പാർട്ടി നേരിട്ട് വീട്ടിൽ വന്നു ആ വസ്തു വാങ്ങിച്ചു. പറഞ്ഞു സെപ്റ്റംബർ മാസത്തിൽ അതിന്മേൽ പൂർണ്ണമായി വിടുതലുണ്ടാവും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ കടഭാരം ഞങ്ങൾക്ക് വലിയൊരു പ്രയാസമായിരുന്നു. അതിനിടയിൽ എനിക്കൊരു സാക്ഷ്യം കൂടി ഉണ്ട് പാസ്റ്റർ, ഞാൻ പറയാൻ അന്ന് വിട്ടുപോയി. വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നിട്ടുള്ളത്. ഞാൻ ഒരിക്കൽ ബാലഭവനിൽ പാസ്റ്റർ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഞാൻ വന്നിരുന്നു. അന്ന് ഞാൻ വല്ലാതെ രോഗത്തെ ഭാരപ്പെട്ടിട്ട് വന്നത്. ഒരു അലർജി സംബന്ധമായിട്ടൊരു രോഗമായിരുന്നു. പല ഡോക്ടർമാരും വൈദ്യന്മാരും ഒക്കെ ഞങ്ങൾ കാണിച്ചു. എൻ്റെ അവസ്ഥ ഇവിടെ പലർക്കും അറിയാം. അത് ആ സിസ്റ്ററാണ് എന്നെ അവിടെ അന്ന് എത്തിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പാസ്റ്റർ വേണ്ടി അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാമെന്ന്. ഇതുപോലെ ഞാൻ പോയിരിക്കുമ്പോൾ അന്നും പാസ്റ്റർ ഫസ്റ്റ് തന്നെ തൊട്ടായിരുന്നു. ഇത് പറഞ്ഞു, രോഗത്തെ ഭാരപ്പെട്ടിട്ടാണ് കർത്താവ് വിടുവിക്കാൻ പറഞ്ഞു. അതിനുശേഷം ആ സുഖം എനിക്ക് വന്നിട്ടില്ല. ഭയങ്കര അലർജി സംബന്ധമായിട്ട് ഞാൻ ഒരുപാട് പൈസ എനിക്ക് ചിലവായിട്ടുണ്ട്, ട്രീറ്റ്മെൻറ്റും ടെസ്റ്റുകളൊക്കെ ആയിട്ട്. ഇന്ന് ഇതിനകത്ത് മനുഷ്യനല്ല ഉയരുന്നത്. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നീ ഉറപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ വന്ന വിഷയം ഇന്നിവിടെ തീരും. അതാണ് നിന്റെ ആത്മീക വളർച്ച. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ബുധനാഴ്ചയുടെ പ്രേരണത്തിലുണ്ടായിരുന്നു. അപ്പോൾ പാസ്റ്റർ ദൂത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു ജോലിക്ക് വേണ്ടി 2-3 പുറത്ത് പോയിട്ട് 3-4 മാസമായിട്ട് ഇപ്പോൾ റിട്ടേൺ വന്ന് കറക്റ്റായില്ലായിരുന്നു ആ കമ്പനി. 2-3 വർഷം നാട്ടിലായിരുന്നു. അതിന് മുന്നേ പുറത്തായിരുന്നു. കോവിഡ് കാരണം ആ കമ്പനി പൂട്ടിപ്പോയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം അപ്ലൈ ചെയ്തുകൊണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ച എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു കൊച്ചിയിൽ വെച്ച്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ വന്ന് പങ്കെടുത്ത് കുറേ പേര് വന്നെങ്കിലും അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഞാൻ മാത്രമായിരുന്നു. അപ്പോൾ എന്നെ കമ്പനി സെലക്ട് ചെയ്യാൻ ഇടയായി. അപ്പം അതിൻ്റെ ഓഫർ ലെറ്ററും കാര്യങ്ങളെല്ലാം ഉടനെ അയച്ചു തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പുറത്ത് നിന്ന സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പാസ്റ്റർ എനിക്ക് ദൂത് തന്നായിരുന്നു, ഇങ്ങനെ പുതിയൊരു വഴി തുറന്നു വരുമെന്ന് പറഞ്ഞ് അടുത്ത ആഴ്ച. അപ്പം എനിക്ക് ഈ ബുധനാഴ്ച ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ വന്ന് തന്നെ സാക്ഷ്യം പറയണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ബുധനാഴ്ച. അപ്പം ദൈവം അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്വന്തം. പിന്നെ പാസ്റ്റർ പ്രാർത്ഥിച്ച് പാസ്റ്ററും പിന്നെ സഭയായിട്ടും പ്രാർത്ഥിച്ചവർക്ക് എല്ലാവർക്കും നന്ദി പറയാം. ആമേൻ. കർത്താവ് ചെയ്യട്ടെ. പ്രിയരേ, വചനവും ഈ സാക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എത്ര പേർ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? വിശ്വാസ കണ്ണിൽ നിങ്ങൾ പ്രാർത്ഥിക്കാമെങ്കിൽ നിങ്ങൾ ഇതുവരെയും അനുഭവിച്ച വിഷമങ്ങൾ, ഇതുവരെയും അനുഭവിച്ച വേദനകൾ, നാളുകൾ പ്രാർത്ഥിച്ചിട്ട് മാറാത്ത വിഷയം ഭയങ്കര വലിപ്പമായി തീരാൻ പോവുകയാണ്, വലിയ മഹത്വമായി തീരാൻ പോവുകയാണ്. കാരണം എൻ്റെ ദൈവം കെട്ടുകളെ അഴിക്കുന്നവനാണ്, എൻ്റെ ദൈവം പ്രവർത്തിക്കുന്നവനാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ഇപ്പോൾ കണ്ണുകൾ അടച്ചാട്ടെ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർ വിടുതലേക്ക് വരട്ടെ, ഇവർ അത്ഭുതത്തിലേക്ക് വരട്ടെ, ദൈവപ്രവൃത്തി ഇവരുടെ ജീവിതത്തിൽ നടക്കട്ടെ. കർത്താവേ, ഞാൻ വിശ്വാസ കണ്ണിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇവരൊരു അത്ഭുതമാകുന്നവരായി, ഇവരൊരു അടയാളമായി തീരുന്നവരായിട്ട് കർത്താവേ, ഞാൻ സന്തോഷം എന്ന് കാണിക്കുന്ന ഒരു ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ മകന് വേണ്ടി ഒരു അത്ഭുത വിടുതൽ നയിക്കണമേ അപ്പ. കർത്താവെ, ഞാൻ ഈ സമയത്ത് തന്നെ ഹല്ലേലൂയ കർത്താവെ മനോജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മനോജിൻ്റെ ജീവിതത്തിനകത്തൊരു വഴിത്തിരിവ് സംഭവിക്കുന്നു. ഷീല എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ഷീലയുടെ നാളുകളായ കണ്ണുനീര് തലമുറയെക്കുറിച്ചുള്ള ഭാരം മാറുകയാണ്. കർത്താവെ, അനേകരെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അപ്പ. ഹല്ലേലൂയ. ഒരു പ്രായമായ മാതാവ് വളരെ സങ്കടത്തോടെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ മകളുടെ കണ്ണുനീര് അങ്ങ് തുടയ്ക്കാൻ പോകുന്നതിനായി നന്ദി. പ്രത്യേകിച്ച് ജോലി നഷ്ടപ്പെട്ടു പോയ ചിലവരെ ശ്രദ്ധിക്കുന്നു. അറിയാം, നാളുകളായി കുടുംബത്തിൽ പ്രശ്നമായി,
അകന്ന് താമസിക്കുന്ന ചില സഹോദരിമാരെ കാണുന്നു. കർത്താവെ, ഇന്ന് ഇവരുടെ പ്രശ്നത്തെ അങ്ങ് പരിഹരിക്കണമേ. ഇവർക്ക് വേണ്ടി ഒരു അത്ഭുതം അങ്ങ് ചെയ്യണമേ അപ്പ. ഇവരുടെ ജീവിതത്തെ അങ്ങ് മഹത്വമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബത്തിനകത്ത് നിൽക്കുന്ന മദ്യപാനങ്ങൾ, മറ്റു പ്രശ്നങ്ങൾ ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പൂർണ്ണമായി പരിഹരിക്കപ്പെടേണ്ടതിനായി, പൂർണ്ണമായി മാറേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞാൻ ഒന്നുകൂടെ ഒന്ന് കയറി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളും ഇപ്പോൾ സൗഖ്യമാകണമേ അപ്പ. ഇവരുടെ വിടുതലുകൾ അങ്ങയുടെ നാമത്തിൻ്റെ ഉയർച്ചയ്ക്കായി തീരണമേ. ഇവർക്ക് വേണ്ടി അങ്ങ് പുതുവഴികൾ തുറക്കണമേ അപ്പ. അത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടട്ടെ അപ്പ. അങ്ങയുടെ കരത്തിലോട്ട് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ദൈവം ഇപ്പോൾ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ, വലിയ ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുത മന്ത്രി എന്നെ കാണുന്ന ചിലവർക്ക് വേണ്ടി വാതിലുകൾ തുറക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അത്ഭുത മന്ത്രിയാണ്. നിങ്ങൾ നിരാശപ്പെട്ട് തീരത്തില്ല, നിങ്ങൾ കെട്ടപ്പെട്ട് തീരത്തില്ല, നിങ്ങൾ ആ പ്രതികൂലത്തിനകത്ത് അവസാനിക്കത്തില്ല. എൻ്റെ ദൈവം ഭയങ്കരമായൊരു വഴി തുറക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരത്ഭുത വാതിൽ ഇവരുടെ മുമ്പിൽ തുറക്കട്ടെ. കർത്താവിനെ ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരേ, ഈ വചനവും ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. വേഗത്തിൽ തന്നെ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും അറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഹല്ലേലൂയ, പ്രത്യേകമായ ഒരു കാര്യം ഓർപ്പിക്കുന്നു. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണി മുതൽ 8 മണി വരെയും നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. അനേക ആയിരങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥിക്കുകയും അവരെ വിടുതലുകൾ കൊണ്ടുവരികയും ചെയ്യുന്നു. അതേപോലെ തന്നെ അനേകരെ എന്നും നടത്തുന്ന ദൈവവചനങ്ങൾ അഭിഷേകന്മാർ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ ആ സൂമിൽ കടന്നു വരാൻ കഴിയുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ വിളിച്ച് നിങ്ങളുടെ ഡീറ്റെയിലുകൾ കൈമാറണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ എപ്പിസോഡുകളും അതിനകത്ത് അപ്ലോഡ് ആകുന്നുണ്ട്. അതേപോലെ ഒരു കാര്യം പ്രത്യേകമായി ഓർപ്പിക്കുന്നു. ഈ എപ്പിസോഡുകളെ സഹായിക്കാൻ പറ്റുന്നവർ, നമ്മുടെ മിനിസ്ട്രി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവർ സഹായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നമ്മുടെ ആരാധന നടക്കും. നിങ്ങൾ കടന്നു വരണമേ. നിങ്ങൾ ഒരു ആരാധനയെങ്കിലും അറ്റൻഡ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിടുതലും അനുഗ്രഹമായിരിക്കും. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.